ഈശോയുടെ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിക്കുകയാണ്. ഈശോ കഫർനാമിലെ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുകളെല്ലാവരും ഭയങ്കര വിസ്മയഭരിതരായിട്ട് പറയുകയാണ്, എന്തൊരു പ്രബോധനമാണിത്. കാരണം അവൻ ഭയങ്കര ആധികാരികമായിട്ടാണല്ലോ പഠിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. ഭയങ്കര ആധികാരികമായിട്ട് ഈശോ പഠിപ്പിക്കുന്നു. അതിന് പിന്നാലെ ഈ ആധികാരികതയുടെ ഒരു തെളിവ് അവിടെ വായിക്കുകയാണ്. ഈശോയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു അശുദ്ധാത്മാവ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, നസ്രായനായ യേശുവേ, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ വചനവും പിശാചും ഒരിക്കലും ചേർന്ന് പോകില്ല എന്നുള്ളതാണ്. ചുമ്മാ ഈശോ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഒരു ബന്ധന പ്രാർത്ഥനയോ അങ്ങനെ വേറെ കാര്യമായിട്ട് വേറെ പ്രത്യേകിച്ചുള്ളതൊന്നല്ല പറയുന്നത്, മറിച്ച് ഈശോ ചുമ്മാ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇത് കേട്ടിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ഈ പിശാചിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്ന അശുദ്ധാത്മാവ് ഉറക്കം നിലവിളിക്കുകയാണ്, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈശോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്, അവനെ വിട്ടുപോകും എന്ന് പറയുമ്പോൾ ഉപദ്രവം ഒന്നും വരുത്താതെ അവനെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഈ അശുദ്ധാത്മാവ് അവിടെ വിട്ടു പോകുന്നത് നമ്മൾ കാണുന്നത്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈശോയ്ക്ക് പിശാചിന്റെ മേല് അത്രമേൽ അധികാരമുണ്ട് എന്നുള്ളതാണ്. അത്രമേൽ ഒരു അധികാരമുണ്ട്. കാരണം ഈശോ പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും കൂടാതെ വളരെ സിമ്പിളായിട്ട് ആ പിശാച് അവനെ വിട്ടുപോയി നമ്മൾ കാണുന്നുണ്ട്. രണ്ട്, ഈ വചനവും പിശാചും തമ്മിൽ ഒരിക്കലും ഒത്തുപോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ വചനത്തോട് കൂടുതൽ അഭിമുഖം കാണിക്കാനും അതോടൊപ്പം തന്നെ സകലതും ഭയപ്പെടുന്ന ഈശോയുടെ നാമത്തിന് കൂടുതൽ മഹത്വം നൽകി ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.